ഇപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് പിന്നെ ചില പിന്തുണയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്, അത് അയാളെ കഴിവൊന്നുമല്ല എന്ന് സ്വാഭാവികമായിട്ടും പറയുന്ന ആളുകളുണ്ടാവും. ഇനി എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് കൈകാര്യം ചെയ്ത് കഥ കഴിക്കാൻ എക്സ്ട്രാ ഒരു ശക്തിയായിട്ട് ആളുകൾ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല ജാഗ്രത വേണം എന്നുള്ളതാണ്. ഇതുവരെയും ഈ 5 കൊല്ലത്തിൽ ഞാനങ്ങനെ ഒരു അപകടത്തിൽ ഇതുവരെയും പെട്ടിട്ടില്ല. ഈ പ്രശ്നം സീരിയസ് ആയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ ബന്ധുത്വം വഴി കിട്ടിയത്, മോശം ചെയ്താൽ അതിന് പിണറായി വിജയനും ഉത്തരവാദി എന്ന ഒരു നെഗറ്റീവ് വരുമെന്ന അതിജാഗ്രതയിൽ എപ്പോഴും ജീവിക്കേണ്ടി വരുന്നുണ്ടോ? അല്ല, ഞാനത് അങ്ങനെ വല്ലാതെ അതിന് തടിക്ക് കൊടുക്കാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധ വേണമെന്നുള്ള ഉറപ്പാണല്ലോ, ഒരു വസ്തുതയാണല്ലോ. ഇപ്പോൾ എന്തൊക്കെ നമ്മളില്ല എന്ന് പറഞ്ഞാലും അതൊരു ഫാക്റ്റാണ്. ഒരു ശ്രദ്ധ വേണം, ശ്രദ്ധിച്ച് പോകണം. നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ശക്തമായ ചില പ്രതികരണങ്ങൾ നടത്തും. ആ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് ഇങ്ങനെയൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ പണ്ടേ അറിയുന്നവർക്കറിയാം നമ്മൾ ശക്തമായി പറയേണ്ടടുത്ത് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നിൽക്കുന്ന പരസ്പര ബഹുമാനത്തോടെ പോയത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ശ്രദ്ധ പൊതുവെ കൈക്കൊണ്ടിട്ടാണ് ഈ 5 കൊല്ലം പോയിട്ടുള്ളത്. അത് നല്ല ശ്രദ്ധയാണ് വേണ്ടത്, ചെറിയ ശ്രദ്ധയൊന്നുമില്ല. സങ്കടം ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞത് കുറച്ച് സങ്കടം തോന്നിയോ? ഈ സങ്കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ കരഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അതില്ല, എന്തായാലും അല്ല, നമ്മളതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതാണ് അതിൻ്റെ പ്രധാനം. ജനം ആകെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. മൈക്രോമൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് ആളുകളാണ്.